ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് മെറ്റാക്വിസ്റ്റ് 3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മെറ്റാക്വിസ്റ്റ് 3. അപ്പോൾ ഇത് ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഏതൊരു എൻറോൾമെൻറ്റിൽ ഇരുന്നുകൊണ്ടും വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഈവൻ എവിടെയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. ഓക്കെ, ഇതിപ്പോൾ ശരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന ജസ്റ്റ് മെറ്റാക്വിസ്റ്റ് 3 എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ബോക്സ് ആയിട്ടാണ് ഇപ്പോൾ ഇത് കിട്ടുക. ഓക്കെ, ജസ്റ്റ് ഒരു പാക്കേജാണ്. ഓക്കെ, അത് മാറ്റി വെക്കാം, ഇതെടുക്കാം. ഓക്കെ, ഇതാണ് ശരിക്കും ഇതിൻ്റെ പാക്കേജ്. ഇതിനകത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ഹെഡ്സെറ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ കൺട്രോളറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ബിൽഡിനായിട്ട് നമുക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹെഡ്സെറ്റ്. ഓക്കെ, മെറ്റാക്വിസ്റ്റ് 3 എന്ന് പറയുന്ന ഹെഡ്സെറ്റാണത്. ഓക്കെ, ജസ്റ്റ് ഹെഡ്സെറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഹെഡ്സെറ്റ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 4K റെസൊല്യൂഷനിലുണ്ട് ഡിസ്പ്ലേ. പിന്നെ കുറച്ച് ക്യാമറാസ് വരുന്നുണ്ട് ഇതിനകത്ത്, കുറച്ച് പിന്നെ LiDAR സെൻസേഴ്സ്, കുറച്ച് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 360 ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ക്യാമറ വരുന്നുണ്ട്, 3-4 ക്യാമറാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓളിയൻ കൺട്രോളും ബട്ടൺസ്, അതുപോലെ തന്നെ ഈ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാനുവൽ അഡ്ജസ്റ്റാണ് വരുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. പിന്നെ C ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹെഡ്സെറ്റിന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡുവൽ സ്ക്രീന് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് എൻറോൾമെൻറ്റിലും ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത് ഹെഡിൽ നമ്മളെ കണ്ണിൻ്റെ നേരെ നമ്മൾ നോർമലി ഒരു സൺഗ്ലാസ് വെക്കുന്ന പോലെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇതിനകത്ത് ബിൽഡിനായിട്ട് ഇപ്പോൾ വരുന്നത് ആൻഡ്രോയിഡ് 12 എന്ന് പറയുന്ന ആൻഡ്രോയിഡിൻ്റെ 12 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഇനി അഡീഷണലി നമുക്ക് നമ്മുടെ വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തോട്ട് റിമോട്ട് ഡെസ്ക്ടോപ്പ് പോലെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ വെർച്വൽ സ്ക്രീൻസ്, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഒരാഴ്ചത്തോളം ഉപയോഗിച്ചു. ഒരാഴ്ചയല്ല, ഒരു 2-3 ആഴ്ച ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉപയോഗിച്ചിട്ട് ഓക്കെയാണ് എനിക്ക്. ഞാനിതൊരു 12 മണിക്കൂറോളം കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്ത് നോക്കി, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. കാരണം പ്രൊഡക്ടിവിറ്റിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. കാരണം ഭാവിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ സ്ക്രീൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല അതിൻ്റെ പിന്നെ സ്ക്രീനൊക്കെ ഹൈ ക്വാളിറ്റി 4K റെസൊല്യൂഷൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 2K സ്ക്രീനുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, 4K സ്ക്രീൻ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. അതിനകത്ത് മെയിനായിട്ട് ഇതിന് ചെയ്യുന്നത് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി പർപ്പസിനും അതുപോലെ തന്നെ വെർച്വലായിട്ട് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൂവി കാണാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഹെഡ്സെറ്റ് നമുക്ക് ഇനി ഓണാക്കി കാണിച്ചു തരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളത്തെ സ്ക്രീൻ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഹെഡ്സെറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് കൂടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോളർ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് കയ്യിൽ പിടിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കൺട്രോളറാണ്. 2 കൺട്രോളർ, ലെഫ്റ്റും റൈറ്റും 2 കൺട്രോളർ ഉണ്ട്. ഇനി ഈ കൺട്രോളർ ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈ കൊണ്ടും ഇത് കൺട്രോൾ ചെയ്യാവുന്ന, കൈയിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറ ബേസ്ഡ് കൈ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റിനനുസരിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാവുന്ന ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് കൺട്രോളേഴ്സ് ഇത്രയാണ് വരുന്നത്. കൺട്രോളേഴ്സിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. 2-3 കുറച്ച് നോർമൽ ഗെയിം കളിക്കാനും വേണ്ടിയിട്ടാണ് കൺട്രോളറിൻ്റെ പർപ്പസ് മെയിനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് കീബോർഡ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പല ടൈപ്പ് ഓഫ് കീബോർഡ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ ബോക്സിൽ ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. അതിനകത്ത് ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡാപ്റ്ററും ഒരു പവർ കേബിളും ഇതിനകത്ത് വരുന്നുണ്ട്. അഡാപ്റ്റർ വരുന്നത് പറഞ്ഞാൽ 18 വാട്ട്സിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. 3 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിൾ വരുന്നുണ്ട്. ആക്ച്വലി ഈ കേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഉള്ളൂ. C-to-C കേബിളാണ് വരുന്നത്. പക്ഷേ ഈ കേബിൾ കൊണ്ട് കാര്യമില്ല. ഞാനിതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ നിലവിൽ ഇതുവരെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കേബിളായിരുന്നു. പക്ഷേ ഈ കേബിൾ 1 മീറ്ററേ ഉള്ളൂ. പവർ ബാങ്ക് നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു 22 വാട്ട്സിൻ്റെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, പവർ ബാങ്കിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് 24/7 നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ കൂടെയുള്ള ബാറ്ററിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2 മണിക്കൂറാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ അഡീഷണലി നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഒരു 12 മണിക്കൂർ 8 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ പവർ പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് C-to-C കേബിൾ നേരെ ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്ത് ലൈവായിട്ട് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യേണ്ടി വരും, ഒരു ഓപ്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ
പിന്നെ പവർ ബാങ്കിൽ കണക്ട് ചെയ്യുക. പവർ ബാങ്കിലാണെങ്കിൽ 22 വാട്ട്സിൻ്റെ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ C2C ഔട്ട്പുട്ടുള്ള ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേബിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാതെ ഇതിന് വേറെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 3 മീറ്ററിൻ്റെ C2C കേബിൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് 3 മീറ്ററിൻ്റെ C2C കേബിൾ. ഇതൊരു നോർമൽ ലോക്കൽ ബ്രാൻഡിൻ്റെ ആണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന ബ്രാൻഡൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് വരുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3 മീറ്റർ C2C ആണ്. 65 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുന്ന C2C കേബിളാണ് ഈ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് 24/7 ഇത് ചാർജ് ആവുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. ഒരു 3 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേബിൾ വാങ്ങിച്ചിട്ട് ഈ ഒരു അഡാപ്റ്ററിൽ കണക്ട് ചെയ്തുകൊണ്ട് ലൈവായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. ഇനി ബാക്കി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ഇതിൻ്റെ സെൻസേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ബാക്കി യൂസേജും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ.